ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കേക്കാണ്, മാർബിൾ കേക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം എങ്ങനെയാണ് ഈ ടേസ്റ്റിയായ സോഫ്റ്റായ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇത് ഒരു 1.5 കപ്പ്, ഈ കപ്പിൽ ഒരു 1.5 കപ്പ് മൈദ, പിന്നെ നമുക്ക് ബാക്കി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം, എല്ലാം നന്നായി മിക്സ് ആകാനായി. ഇതുപോലെ ഒരു 2 പ്രാവശ്യം കൂടെ നമുക്ക് അരിച്ചെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ബട്ടർ, അതുപോലെ ഒരു 1/4 കപ്പ് ഓയില്, സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, 1/4 കപ്പ് പഞ്ചസാര. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായി ഒന്ന് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും കൂടെ ഒന്ന് ഇനി നമുക്കിതിലേക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇനി 3 മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മുട്ടയും ബട്ടറും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് കൊടുത്ത ഈ മിശ്രിതത്തിലോട്ട് നമുക്കിനി ഈ മൈദ ആദ്യം അരിച്ചു വെച്ച മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെയുള്ള ആ മാവ് കുറച്ചായിട്ടിട്ട് ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ബാറ്ററിനെ ഒരു 3 പാർട്ടായിട്ട് തിരിക്കാം. 3 ബൗളിൽ ഇതിനെ 3
ഈക്വൽ പാർട്ടായിട്ട് എടുക്കാം. ഇപ്പോൾ 3 പാർട്ടായിട്ടൂടെ തിരിച്ചു. ഇതിൽ ഒരെണ്ണത്തിൽ ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് പൗഡർ, ഇതാണ് കൊക്കോ പൗഡർ. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തു. ഇനി ഒന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ ഒരുപാട് ഓവർ ബീറ്റിംഗ് ചെയ്യണ്ട. വേറെ ഒരു കളറും ചേർക്കണ്ട. മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ ചെറിയൊരു പിങ്ക് കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കും. ഇവിടെ ആർട്ടിഫിഷ്യൽ കളറ് ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ് ബീറ്റ്റൂട്ടിൻ്റെ. ഓവർ ബീറ്റിംഗ് ഇല്ലാതെ നന്നായി മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചതിലോട്ട് ഒരു കേക്ക് ടിന്ന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് ബട്ടർ തേച്ചിട്ട് കുറച്ച് മൈദ ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് എല്ലാ സൈഡും മൈദ നല്ലപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. എക്സ്ട്രാ ഉള്ളത് നമുക്ക് കളയാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇത് ചോക്ലേറ്റിൻ്റെ കഴിക്കാം. എല്ലാം ഓരോന്നും മാറി മാറി കഴിക്കാം. നമുക്ക് പിങ്ക് കളർ ഒഴിച്ചു കൊടുക്കാം. ഈ ട്രേ മാവ് തീരുന്നത് വരെ നമുക്കിങ്ങനെ മാറി മാറി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് മുഴുവനും നിറച്ചു. ഉണ്ടായിരുന്ന മാവ് മുഴുവനും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിസൈൻ എന്തെങ്കിലും ഇനി ഇത് നമുക്ക് ഓവനിലോട്ട് വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് റെഡിയായി. ഞാൻ എടുത്തു. ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാർബിൾ കേക്ക്, കളർഫുൾ ആയിട്ടുള്ള മാർബിൾ കേക്ക്.
അപ്പോൾ ഇതിനെ തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്ത് എടുക്കാം. കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിൽ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ പതുക്കെ എടുത്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി.